Hello students, welcome back to Literary Criticism and Theory. Today I am going to teach you a new movement, Romanticism. Have you heard the romanticism and romantic movements? Okay, let's start. Frank Lawrence Lucas, the English critic and classical scholar, has enumerated as many as 11,396 definitions for the term Romanticism in his book, The Decline and the Fall of Romantic Ideal, which showcases the complexity and multiplicity of Romanticism. Romanticism refers to a literary movement in Europe in 18th and 19th centuries, which was defined by German poet Friedrich Schlegel as literature developing emotional matter in an imaginative form. Schlegel is credited with the coinage of the term, even though one can perceive the presence of romantic sensibilities in German and French literature. It is generally said that it was in England that Romanticism became great force. Poet William Wordsworth, Samuel Taylor Coleridge, Lord Byron, Percy Bysshe Shelley, Lord Byron and John Keats were the harbingers of the Romantic creed in English literature. Okay, let's explain. Frank Lawrence Lucas, the English critic and classical scholar, has enumerated as many as 11,396 definitions for the term Romanticism in his book, The Decline and Fall of Romantic Ideal. ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റൊമാൻറ്റിക് ഐഡിയൽ എന്ന പുസ്തകത്തിൽ ഫ്രാങ്ക് ലോറൻസ് ലുക്കാസിൻ്റെ ഈ ഒരു ബുക്കിൽ റൊമാൻറ്റിസിസത്തിന് ഇത്രയും ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. 11,396 ഡെഫിനിഷൻസ് റൊമാൻറ്റിസിസം എന്ന വേർഡിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ഈ ബുക്ക് 1948 19th സെഞ്ച്വറിയിൽ പബ്ലിഷ് ചെയ്തതാണ്. വിച്ച് ഷോക്കേസസ് ദ കോംപ്ലക്സിറ്റി ആൻഡ് മൾട്ടിപ്ലിസിറ്റി ഓഫ് റൊമാൻറ്റിസം. ഇത്രയും ഡെഫിനിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു റൊമാൻറ്റിസിസം എന്ന വേർഡിൻ്റെ കോംപ്ലക്സിറ്റിയും അതിൻ്റെ മൾട്ടിപ്ലിസിറ്റിയും. ഓക്കെ, Romanticism refers to a literary movement in Europe in 18th and 19th centuries. റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ ഇതൊരു ലിറ്റററി മൂവ്മെൻ്റാണ് യൂറോപ്പിലുണ്ടായ 18th and 19th സെഞ്ച്വറികളിലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. 18th സെഞ്ച്വറിയുടെ അവസാനത്തിൽ 19th സെഞ്ച്വറിൻ്റെ ഫസ്റ്റിലുമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. നമുക്ക് തന്നെ അറിയാം, റൊമാൻറ്റിസിസം സ്റ്റാർട്ടഡ് വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബലാഡ്സ് റിട്ടൺ ബൈ ലിറിക്കൽ ബലാഡ്സ് ആരുടെ വർക്കാണ്? കൊളാബറേറ്റഡ് വർക്ക് ഓഫ് വില്യം വേർഡ്സ്വർത്ത് ആൻഡ് ഷെല്ലി. ഇവരുടെ രണ്ടുപേരുടെയും കൊളാബറേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ലിറിക്കൽ ബലാഡ്സ്. അതിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ് റൊമാൻറ്റിസിസം സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അല്ലേ. നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. which was defined by German poet Friedrich Schlegel as literature depicting emotional matter in an imaginative form. എന്താണ് ആ ഒരു ഫെഡറിക് ഷ്ലീഗലിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ലിറ്ററേച്ചർ ഡെപ്പിക്റ്റ് ചെയ്യുക, ലിറ്ററേച്ചറിനെ എഴുതുക. ഏത് രീതിയിൽ? ലിറ്ററേച്ചർ ഇമോഷണൽ മാറ്റേഴ്സിനെ ഒരു ഇമാജിനേറ്റീവ് രീതിയിൽ എഴുതുക. കുറച്ച് റൂൾസും റെസ്ട്രിക്ഷൻസും ഒക്കെ ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് എഴുതുക. ഇതാണ് ഷ്ലീഗൽ റൊമാൻറ്റിസത്തിന് ഡിഫൈൻ ചെയ്തത്. നോക്കൂ, ലിറ്ററേച്ചർ ഡെപ്പിക്റ്റിംഗ് ഇമോഷണൽ മാറ്റർ. ലിറ്ററേച്ചർ ഇമോഷണൽ മാറ്ററിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഇമാജിനേറ്റീവ് വേലാണ്, ഇമാജിനേറ്റീവ് ഫോമിലാണ് എന്നാണ് ഷ്ലീഗലിൻ്റെ ഡെഫിനിഷൻ. ക്ലിയർ ആണോ? ഷ്ലീഗൽ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ കോയിനേജ് ഓഫ് ദി ടേം. ഷ്ലീഗലിനാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തതിൻ്റെ ക്രെഡിറ്റും കിട്ടിയിട്ടുള്ളത്. റൊമാൻറ്റിസിസം എന്ന വേർഡ് കോയിൻ ചെയ്തത് ആരാണ്? ഷ്ലീഗലാണ്. ഓക്കെ, ഫെഡറിച്ച് ഷ്ലീഗൽ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഫസ്റ്റ് ആ ഒരു ഡെഫിനിഷൻസ്, കുറേയധികം ഡെഫിനിഷൻസ് കൊടുത്തത് ഏത് ബുക്കിൽ? ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റൊമാൻറ്റിക് ഐഡിയൽ എന്ന ബുക്കിൽ കൊടുത്തത് ഫ്രാങ്ക് ലോറൻസ് ലൂക്കാസ് ആണ്. പിന്നെ ഈ ഒരു കോയിനേജിൻ്റെ ക്രെഡിറ്റ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഫെഡറിച്ച് ഷ്ലീഗലിനാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. ഈവൻ ദോ വൺ ക്യാൻ പെർസീവ് ദ പ്രസൻസ് ഓഫ് റൊമാൻറ്റിക് സെൻസിബിലിറ്റീസ് ഇൻ ജർമ്മൻ ആൻഡ് ഫ്രഞ്ച് ലിറ്ററേച്ചർ, ഇറ്റ് ഈസ് ജനറലി സെഡ് ദാറ്റ് ഇറ്റ് വാസ് ഇംഗ്ലണ്ട് ദാറ്റ് റൊമാൻറ്റിസിസം ബിക്കേം എ ഗ്രേറ്റ് ഫോഴ്സ്. ഫ്രാൻസിലും ഇംഗ്ലണ്ടിലൊക്കെ ഫ്രഞ്ച് ലിറ്ററേച്ചറും ജർമ്മൻ ലിറ്ററേച്ചറൊക്കെ ഈ ഒരു രീതിയിൽ റൊമാൻറ്റിക്കായിട്ട് എഴുതാൻ തുടങ്ങി. കാര്യമായിട്ട് ഗ്രേറ്റ് ഫോഴ്സ് ആയിട്ട് വന്നത് ഇതെവിടെയാണ്? ഇംഗ്ലണ്ടിൽ തന്നെയാണ് റൊമാൻറ്റിസം ഒരു വലിയ ഫോഴ്സ് ആയിട്ട് വന്നത്. പോയറ്റ് വില്യം വേർഡ്സ്വർത്ത്,
സാമുവൽ ടൈലർ കോൾറിഡ്ജ്, ലോർഡ് ബൈറൺ, ഷെല്ലി ഒക്കെയാണ് ഇതിൻ്റെ വക്താക്കൾ ഇവിടെ ഇംഗ്ലണ്ടിൽ. ഓക്കെ, ലോർഡ് ബൈറൺ ആൻഡ് ജോൺ കീറ്റ്സ് were the harbingers of romantic creed in ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ പ്രധാനമായിട്ടുള്ള റൊമാൻറ്റിക് ക്രീഡുകൾ ആരൊക്കെയാണ്? ലോർഡ് ബൈറണും ജോൺ കീറ്റ്സും തന്നെയാണ്. ഓക്കെ, next paragraph. Romanticism can be estimated as a revolt attitude and intellectual orientation against the neoclassicism of 17th and 18th centuries. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. റൊമാൻറ്റിസം എന്നുള്ള ആ റിവോൾട്ട് വന്നത് എന്തിനെതിരായിട്ടാണ്? എന്തോ വേറെ ഏതോ ഒരു മൂവ്മെൻറ്റ് ആ ഒരു സമയത്ത് ആദ്യമേ അവിടെ റൺ ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഒരു മൂവ്മെൻറ്റ് നിലനിൽക്കുന്ന സമയത്തിന് ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്, ഒരു പോയം എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഒരു പോയറ്റ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് റൊമാൻറ്റിസം എന്നുള്ള ആ റിവോൾട്ട് വരുന്ന സമയത്ത് എന്തിന് എതിരായിട്ടാണത് വന്നത്? എഗെയിൻസ്റ്റ് ദ നിയോ ക്ലാസിസിസം ഓഫ് 17th and 18th centuries. ഓക്കെ, 17th and 18th സെഞ്ച്വറിയിലെ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിന് എതിരായിട്ടാണ് ഈ ഒരു റൊമാൻറ്റിസിസം എന്നുള്ള മൂവ്മെൻറ്റ് വന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് നിയോ ക്ലാസിസം, എന്താണ് ക്ലാസിസിസം എന്ന്. എന്താണ് നിയോ ക്ലാസിസം? ഇവർ സ്ട്രിക്റ്റായിട്ടും റൂൾസ് ഫോളോ ചെയ്യണം. സ്ട്രിക്റ്റ്ലി ഫോളോഡ് ദ റൂൾസ് ഓഫ് ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഹോമർ, വെർജിലി, ഡാൻ്റെ ഇവരുടെയൊക്കെ റൂൾസിനെ കറക്റ്റായിട്ട് പക്കായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് നിയോ ക്ലാസിക്കുകൾ. ഡ്രൈഡൻ്റെയും പോപ്പിൻ്റെയും ഒക്കെ വർക്കുകൾ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം എന്താണ്? അവർ ഭയങ്കരമായിട്ട് ഇമേജസും റൂൾസും ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ലാംഗ്വേജാണ് നമ്മുടെ നിയോ ക്ലാസിസ്റ്റുകൾ, ഡ്രൈഡനെ, പോപ്പ് പോലുള്ള റൈറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെയൊന്നും കടുകട്ടി ലാംഗ്വേജ് വേണ്ട, റൂൾസും റെഗുലേഷൻസും ഒന്നും ഇങ്ങനെ ഫോളോ ചെയ്യേണ്ട. ഇവർ നല്ലോണം നിയോ ക്ലാസിസ്റ്റുകൾ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. മനസ്സിലായോ? പക്ഷേ റൊമാൻറ്റിക്സ് അങ്ങനെയല്ല. അവർ ഇമാജിനേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ക്രിയേറ്റിവിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നിയോ ക്ലാസിസത്തിനെതിരായിട്ടാണ് റൊമാൻറ്റിസിസം വന്നത്. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം മെഡീവൽ റൊമാൻസസ് വിച്ച് നരേറ്റഡ് tales of chivalric adventures of the brave and forlorn heroes who underwent every type of exotic and mysterious experience. പോയിന്റ്സ് ഒന്നുമില്ല. മിഡീവൽ റൊമാൻസസിൽ നിന്നാണ് ഈ ഒരു ടേം ഉരുത്തിരിഞ്ഞ് വന്നത് എന്നാണ് പറയുന്നത്. ദ മൂവ്മെൻറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം മിഡീവൽ റൊമാൻസസ്. ഈ മൂവ്മെൻറ്റിന് ഈ പേരുണ്ടായി വന്നത് മിഡീവൽ റൊമാൻസിൽ നിന്നാണ്. മിഡീവൽ റൊമാൻസിൽ എന്താണ് നരേറ്റ് ചെയ്യുന്നത്? ഷിവാർലിക് അഡ്വഞ്ചേഴ്സ് ഒക്കെ നിറഞ്ഞ സംഭവങ്ങൾ, അവരുടെ ലൈഫ് അല്ലേ. ബ്രേവ് ആൻഡ് ഫോർലോൺ ഹീറോസ് ഹു അണ്ടർവെൻറ്റ് എവരി ടൈപ്സ് ഓഫ് എക്സോട്ടിക് ആൻഡ് മിസ്റ്റീരിയസ് എക്സ്പീരിയൻസ്. വളരെ വേറിട്ട അല്ലെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ അവരുടെ വർക്കിലൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ഒരു ദ മൂവ്മെൻറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം മെഡീവൽ റൊമാൻസസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പേരുണ്ടായത് മധ്യകാല പ്രണയങ്ങളിൽ നിന്നാണ്. അവർക്ക് നല്ല ധൈര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരൊന്നും കൂടെ എന്താണ് സാഹസികമായിട്ടുള്ള അനുഭവങ്ങളെ മറികടക്കുന്ന ഒരു ക്യാരക്ടറാണ് അവർക്ക്. അങ്ങനെ സാഹസികമായിട്ടുള്ള അവരുടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഒരു വേറിട്ട രീതിയിൽ അവരുടെ ലൈഫിനെ ചിത്രീകരിക്കുന്നതാണ് റൊമാൻറ്റിക് കവിതകളിലൂടെ അല്ലെങ്കിൽ റൊമാൻറ്റിക് വർക്കിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ്, റൊമാൻറ്റിസം rekindled the spirit of this medieval sages. This new interest in relatively unsophisticated but overtly emotional literary expressions of the past was to be dominant note in the literature of the era. ഇത് നോക്ക്, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിൽ മനസ്സിലാക്കാനുള്ളതാണ്. റൊമാൻറ്റിസം റീകൈൻഡിൽഡ് ദ സ്പിരിറ്റ് ഓഫ് ദിസ് മെഡീവൽ സേജസ്. ദിസ് ന്യൂ ഇൻട്രസ്റ്റ് ഇൻ റിലേറ്റീവ്ലി ഈ ന്യൂ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയോ ക്ലാസിസത്തിനെതിരായിട്ട് വന്ന പുതിയ മൂവ്മെൻ്റ് ആണ് റൊമാൻറ്റിസം. ന്യൂ ഇൻട്രസ്റ്റ് ഹിയർ മീൻസ് റൊമാൻറ്റിസിസം. റിലേറ്റീവ്ലി അൺസോഫിസ്റ്റിക്കേറ്റഡ്, ഇത് സങ്കീർണമല്ല. നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്താണ്? ദേ യൂസ്ഡ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ്, കോംപ്ലക്സ് ലാംഗ്വേജ്, സങ്കീർണമായിട്ടുള്ള ലാംഗ്വേജ്. അവരുടെ സങ്കീർണതകളാണ് അധികം ഇഷ്ടപ്പെടുന്നത് നിയോ ക്ലാസിസ്റ്റുകൾ. പക്ഷെ അതിനെതിരായിട്ട് വന്നൊരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും അൺസോഫിസ്റ്റിക്കേറ്റഡ് ആണ്, ബട്ട് ഓവർട്ട്ലി ഇമോഷണൽ. പക്ഷെ ഒന്നും കൂടെ ഇമോഷണലാണ്. ലിറ്റററി എക്സ്പ്രഷൻസ് ഓഫ് ദി പാസ്റ്റ് വാസ് ടു ബി എ ഡൊമിനൻ്റ് നോട്ട് ഇൻ ദ ലിറ്ററേച്ചർ ഓഫ് ദി ഇറ. അത് ഭയങ്കരമായിട്ടൊരു പ്രാധാന്യം പിടിച്ചു പറ്റി. ഇവരേറ്റവും കൂടുതൽ ലിറ്റററി എക്സ്പ്രഷൻസ് ഇമോഷണലായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി.
As a doctrine, it holds that the art and literature should be free from classical and neoclassical rules and constraints. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്തു വെക്കൂ. ഇതൊരു ഡോക്ട്രിൻ എന്ന നിലക്ക് ഇറ്റ് ഹോൾഡ്സ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഷുഡ് ബി ഫ്രീ. ആർട്ടും ലിറ്ററേച്ചറും ഫ്രീ ആവുകയാണ് ഇതിൽ നിന്നും ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ റൂൾസ് അല്ലേ. ക്ലാസിസ്റ്റ് ഫോളോ ചെയ്യുന്ന കുറേ റൂൾസ് ഉണ്ട്, നിയോ ഗേൾസ് ഉപയോഗിക്കുന്ന കുറേ റൂൾസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ഫ്രീ ആണ് റൊമാൻറ്റിസിസം. അവരത്ര സങ്കീർണമായ ഭാഷ ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ 4 പോയിൻറ്റ്സ് നിയോ ക്ലാസിസത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിയോ ക്ലാസിസ്റ്റുകൾ ഫോളോ ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും കാണാൻ പറ്റും. അതൊന്നും ആരനുസരിക്കുന്നില്ല? നിയോ ക്ലാസിസ്റ്റുകൾ അനുസരിക്കുന്നില്ല. അതാണ് റൂൾസ് ആൻഡ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ദ റൂൾസ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഓക്കെ, ദേ വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഇതൊന്നും ആരനുസരിക്കുന്നില്ല? റൊമാൻറ്റിക്കുകൾ അനുസരിക്കുന്നില്ല. ദ സൈലൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസം ഇൻക്ലൂഡ് ഹൈ ഇമാജിനേഷൻ. ഇതാണ് ഇവരുടെ പ്രത്യേകത. ഹൈലി ഇമാജിനേഷൻ ആണ് ഇവരുടെ ഒരു തത്വം. ലവ് ഓഫ് നേച്ചറിനോടുള്ള സ്നേഹം, സ്പോണ്ടേനിറ്റി അല്ലേ, ഇൻട്രസ്റ്റ് ഇൻ ദ റിമോട്ട് ഓർ ലവ് ഫോർ ദ പാസ്റ്റ്. ലവ്, പ്രണയത്തോടാണ് കൂടുതൽ താല്പര്യം. സിംപ്ലിസിറ്റി ഇൻ എക്സ്പ്രഷനിൽ സിമ്പിളാണ്. റവല്യൂഷണറി സീലാണ്. ഇൻഡിവിജ്വലിസം, ഇതൊക്കെ ഉണ്ട് കേട്ടോ. വ്യക്തിത്വത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ട്. സബ്ജക്റ്റീവിറ്റിയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. പേഴ്സണലായിട്ടുള്ള ഇമോഷൻസ് വരാൻ സാധ്യതയുണ്ട് റൊമാൻറ്റിക് കവിതകളിൽ. പക്ഷേ ടി.എസ്. എലിയട്ട് ഒബ്ജക്റ്റീവാണോ സബ്ജക്റ്റീവാണോ? ഒരിക്കലും ടി.എസ്. എലിയട്ട് സബ്ജക്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ പേഴ്സണാലിറ്റി. എപ്പോഴും നമ്മൾ എലിയട്ട് പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇമോഷൻസ് ഓഫ് ആർട്ട് ഈസ് ആൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി, നോട്ട് ദി എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി. എലിയട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആർട്ട് എന്നുള്ള ഇമോഷന് ഒരിക്കലും എന്തല്ല, നോട്ട് ദി എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് ആൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. എലിയട്ടിൻ്റെ ഇംപേഴ്സണാലിറ്റി തിയറി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ടി.എസ്. എലിയട്ട് സബ്ജക്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവാണ്. അറ്റ് ദ സെയിം ടൈം വേർഡ്സ്വർത്ത് സബ്ജക്റ്റീവാണ്. കാരണം പേഴ്സണലായിട്ടുള്ള എലമെൻറ്റ്സ് കവിതയിൽ വരുന്നത്, അവനാൻ്റെ കാര്യങ്ങൾ എഴുതുന്നത് കൊണ്ടാണ് സബ്ജക്റ്റീവാണെന്ന് പറയാൻ കാരണം. ഒബ്ജക്റ്റിൽ ഒരിക്കലും പേഴ്സണലായിട്ടുള്ള എലമെൻറ്റ്സ് വരാനേ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെയാണ് ഇവരെ സബ്ജക്റ്റ് മാറ്റർ. ലവ് ഫോർ ഫ്രീഡം ആൻഡ് ലിബർട്ടി, പ്രിഡോമിനൻസ് ഓഫ് ലൈറിസിസം, ഇതൊക്കെയാണ് ഇവരുടെ സബ്ജക്റ്റ് മാറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്യുക, അതിലേതെങ്കിലും കുറച്ച് പഠിച്ചാൽ മതി. റൊമാൻറ്റിക് പോയട്രി ഈസ് ഫാൻസിഫുൾ ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ്. ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. റൊമാൻറ്റിക് പോയട്രി എപ്പോഴും ഫാൻസിഫുള്ളാണ്, മിഥ്യയാണ്, പിന്നെ ഒരു ആത്മപരിശോധനയാണ്, ഇൻട്രോസ്പെക്ഷനാണ് അല്ലേ. ഒരാത്മപരിശോധനയാണ് എപ്പോഴും റൊമാൻറ്റിക് പോയട്രി എന്നാണ് പറഞ്ഞത്. സ്നേഹം, സ്വാഭാവികത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മുൻകാല താല്പര്യങ്ങൾ, വിപ്ലവമുദ്ര, വ്യക്തിവൽക്കരണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, സ്വാതന്ത്ര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം ഇതെന്താണ്, ഒരു ആത്മപരിശോധനയാണ് റൊമാൻറ്റിക് പോയട്രികൾ എപ്പോഴും. ആത്മപരിശോധനയായിട്ടും നമുക്ക് റൊമാൻറ്റിക് പോയട്രി പറയാൻ പറ്റും. ഇൻട്രോസ്പെക്ഷൻ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് ഓഫൺ മാർക്ക്ഡ് ബൈ എക്സ്ട്രാവാഗൻസ്. ദ റൊമാൻറ്റിക്സ് ആർ ഹൈലി ഇമാജിനേറ്റീവ്. റൊമാൻറ്റിക്സ് എപ്പോഴും എന്താണ്? ഹൈലി ഇമാജിനേറ്റീവ് ആണ്. റൊമാൻറ്റിക്സ് എപ്പോഴും ഹൈലി ഭാവനാത്മകമാണ്. മനസ്സിലായോ? റൊമാൻറ്റിക്സ് ഭയങ്കര ഭാവന ഉള്ളവരാണ്. ദേ പ്ലേസ് ഇമാജിനേഷൻ എബോവ് റീസൺ ആൻഡ് റിജക്റ്റ് ദ സപ്പോസിഷൻ ദാറ്റ് ലിറ്റർ റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ഫാക്ഷൻ. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യട്ടോ. ദേ പ്ലേസ് ഇമാജിനേഷൻ എബോവ് റീസൺ, നോട്ട് ദി പോയിന്റ്. അവരെപ്പോഴും റൊമാൻറ്റിക്സ് പ്ലേസ് ഇമാജിനേഷനാണ് തലയെ കയറ്റി വെക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ പറയാം. ദേ പ്ലേസ് ഇമാജിനേഷൻ എബോവ് റീസൺ. ബുദ്ധിക്കല്ല, ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു റീസൺ ആൻഡ് ഇൻ്റലിജൻറ്റിനോ ബുദ്ധിക്കോ അവർ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരെപ്പോഴും കൂടുതൽ ക്രിയേറ്റിവിറ്റിക്കാണ്, ഇമാജിനേഷനാണ്. ഇവരെപ്പോഴും റീസണിൻ്റെ മുകളിൽ കയറ്റി വെക്കും ഇമാജിനേഷന്.
മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ലാംഗ്വേജിൽ പറയുന്നത്. ദേ പ്ലേസ്, റൊമാൻറ്റിക്സ് പ്ലേസ്, അവർ വെക്കും ഇമാജിനേഷൻ റീസൻ്റെ മുകളിൽ ആൻഡ് റിജക്റ്റ് ദ സപ്പോസിഷൻ ദാറ്റ് ലിറ്റററി റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ഫാക്ച്വൽ. ലിറ്റററി റെപ്രസെൻറ്റേഷൻ റിയലിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ അത് ഫാക്ച്വൽ, അതിൽ സത്യസന്ധത ഉണ്ട്, ഫാക്റ്റാണ് എന്നുള്ള ആ ഒരു സംഭവത്തെ ഇവർ റിജക്റ്റ് ചെയ്യും. മനസ്സിലായോ? ദേ പ്ലേസ് ഇമാജിനേഷൻ എബോവ് റീസൺ, അറ്റ് ദ സെയിം ടൈം ദേ റിജക്റ്റ് ദ റൊമാൻറ്റിക് they reject the fact that literary representation should be realistic and factual. ലിറ്റററി റെപ്രസെൻറ്റേഷൻ റിയലിസ്റ്റിക്കും ഫാക്ച്വലും ആവണം എന്നുള്ള ഒരു ഐഡിയോളജിനെ ആര് റിജക്റ്റ് ചെയ്യും? റൊമാൻറ്റിക്സ് എപ്പോഴും റിജക്റ്റ് ചെയ്യും. ഇതെന്തായാലും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഇതിൽ മനസ്സിലാക്കാനുള്ള പോയിൻറ്റ്സ് ഉള്ളൂ. ദേ ഗേവ് പ്രിഡോമിനൻസ് ടു ദ ഫീലിംഗ് ആൻഡ് ഇമോഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ദെയർ വർക്ക്. പിന്നെന്താണ്? ദേ ഗേവ് പ്രിഡോമിനൻസ്, അവരേറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഫീലിംഗ് ആൻഡ് ഇമോഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ദെയർ വർക്ക്. ഈ ഇൻഡിവിജ്വൽസിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ഫീലിങ്സിനും വികാരങ്ങൾക്കും ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. റൊമാൻറ്റിക്സ് ഇൻട്രസ്റ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ സേജസ് ഓഫ് ഹിസ്റ്ററി കൾമിനേറ്റഡ് ഇൻ ദ നോവൽസ് ഓഫ് സർ വാൾട്ടർ സ്കോട്ട്. ഈ ഒരു വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾക്ക് റൊമാൻറ്റിക്സ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിന് എക്സാമ്പിളാണ് നമ്മുടെ വാൾട്ടർ സ്കോട്ട്. മനസ്സിലായോ? ഇൻഡിവിജ്വൽ സേജസ് ഓഫ് ഹിസ്റ്ററിക്ക് എക്സാമ്പിളാണ് വാൾട്ടർ സ്കോട്ടിൻ്റെ നോവലുകൾ. അറ്റ് ദ സെയിം ടൈം വേറാസ് ഇറ്റ് ദ പ്രീഒക്യുപ്പേഷൻ which the supernatural was manifested in the novel Frankenstein by Mary Shelley. പിന്നെ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിന് എക്സാമ്പിളാണ് ഫ്രാങ്കസ്റ്റൈൻ. മേരി ഷെല്ലി ചെയ്ത ഫ്രാങ്കസ്റ്റൈൻ അതിന് എക്സാമ്പിളാണ്. പിന്നെ ഇംഗ്ലീഷ് റൊമാൻറ്റിക്സ് ലൈക്ക് വേർഡ്സ്വർത്ത് and Coleridge have developed their own theories of poetic creation as well as poetic diction. കോൾറിഡ്ജും വേർഡ്സ്വർത്തും അവരുടേതായിട്ടുള്ള പോയറ്റിക് തിയറികളും പോയറ്റിക് ലാംഗ്വേജും അവർ കൊണ്ടുവന്നു. കാരണം എന്താണ്? കോൾറിഡ്ജ് സെക്കൻഡറി ഇമാജിനേഷന് കൂടുതലായിട്ട് പ്രാധാന്യം നൽകി. സെക്കൻഡറി ഇമാജിനേഷൻ സോളാണെന്ന് പറഞ്ഞു, പിന്നെ ജീനിയസിനെ കുറിച്ച് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം വേർഡ്സ്വർത്ത് പോയറ്റ് ആരാണ്, പോയട്രി എന്താണെന്നുള്ള ഡെഫിനിഷൻസ് ഒക്കെ തന്നു നമുക്ക് അല്ലേ. പോയട്രി ഇസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് ഇമോഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. പിന്നെ പോയറ്റ് ഈസ് എ മാൻ എന്ന് പറഞ്ഞിട്ട് ഹൈലി എന്തൂസിയാസ്റ്റിക്, ഈ മസ്റ്റ് നോ ദ ഹ്യൂമൻ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മൾ വേർഡ്സ്വർത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഡെഫിനിഷൻസൊക്കെ റൊമാൻറ്റിക് പോയറ്റ്സുകളായ കോൾറിഡ്ജും വേർഡ്സ്വർത്തും കൊണ്ടുവന്നു. പിന്നെ the era designated as a romantic varies from nation to nation and also from medium to medium. By 1820, Romanticism had embraced almost all major European literature. It continued to spread to other parts of the world, indulging the colonies of Britain long after its decline in English literature. In this phase, it shed its universal character and concentrated more on exploring each nation's historical and cultural past, and on narrating the passions and struggles of national heroes. Apart from the received perspective of Romanticism as a movement in Europe in the 18th and 19th centuries, a set of critics posit it as a set of ideas and ideals discernible in literature at different times. ഈ ഒരു റൊമാൻറ്റിക് ഇറ ഡെസിഗ്നേറ്റഡ് ആസ് റൊമാൻറ്റിക് വേരീസ് ഫ്രം നാഷൻ ടു നാഷൻ ആൻഡ് ഓൾസോ ഫ്രം മീഡിയം ടു മീഡിയം. ഓരോ രാജ്യത്തിലും ഇതിൻ്റെ വേരിയൻസ് പ്രത്യേക രീതിയിലാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും എന്താണ് റൊമാൻറ്റിക് എന്നുള്ള ആ യുഗം ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബൈ 1820 കൂടി റൊമാൻസം വാസ് എംബ്രേസ്ഡ് ഓൾമോസ്റ്റ് ആൾ മേജർ യൂറോപ്യൻ ലിറ്ററേച്ചർ. 1820 ആയപ്പോഴേക്കും യൂറോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ റൊമാൻറ്റിസം എത്തി. ഇറ്റ് കണ്ടിന്യൂ ടു സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദി വേൾഡ് ഇൻക്ലൂഡിങ് ദ കോളനീസ് ഓഫ് ബ്രിട്ടൻ ലോങ് ആഫ്റ്റർ ഇറ്റ്സ് ഡിക്ലൈൻ ഇൻ ദ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പിന്നെ അത് എന്താണ് പല കോളനികളിലും, ബ്രിട്ടൻ്റെ പല കോളനികളിലും ഇത് സ്പ്രെഡ് ചെയ്തു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഡിക്ലൈനോട് കൂടി. ഇൻ ദിസ് ഫ്രേസ് ഇറ്റ് ഷെഡ് ഇറ്റ്സ് യൂണിവേഴ്സൽ ക്യാരക്ടർ ആൻഡ് കൺസേൺ മോർ എക്സ്പ്ലോറിംഗ് ഈച്ച് നാഷൻസ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പാസ്റ്റ് ആൻഡ് ഓൺ നരേറ്റിംഗ് ദ പാഷൻസ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് നാഷണൽ ഹീറോസ്. അതാണ് സംഭവം. എന്താണ് ഈ ഒരു ഫേസിൽ ഇങ്ങനെ കോളനികളിലൊക്കെ അത് വ്യാപിച്ച സമയത്ത് അതിൻ്റെ ആ റൊമാൻറ്റിസിസം എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഓരോ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കാൻ, അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഭൂതകാലം പറയാനും അതിനെക്കുറിച്ചുള്ള പഠനം നടത്താനും
പിന്നെന്താണ് പറഞ്ഞത്, എക്സ്പ്ലോറിങ് ഈച്ച് നാഷൻസ് ഹിസ്റ്ററി പറയാൻ, കൾച്ചറൽ പാസ്റ്റ് പറയാൻ, പിന്നെ നരേറ്റിംഗ് ദ പാഷൻസ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് നാഷണൽ ഹീറോസ്. നാഷണൽ ഹീറോസിൻ്റെ വികാരങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും പറയുന്നതിലും കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇങ്ങനെ കോളനികളിലൊക്കെ എത്തിയതിന് ശേഷം അതിൻ്റെ സബ്ജക്റ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി. അപ്പാർട്ട് ഫ്രം ദ റിസീവ്ഡ് പെർസ്പെക്റ്റീവ് ഓഫ് റൊമാൻറ്റിസം ആസ് എ മൂവ്മെൻറ്റ് ഇൻ യൂറോപ്പ് in the 18th and 19th centuries, a set of critics posit a set of ideas and ideals discernible in literature at different times. എന്താണ് ഒരു കൂട്ടം എ സെറ്റ് ഓഫ് ക്രിറ്റിക്സ് പോസിറ്റ് ഇറ്റ് ആസ് എ സെറ്റ് ഓഫ് ഐഡിയൽസ് ഡിസേണിബിൾ ഇൻ ലിറ്ററേച്ചർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഡിഫറെൻറ്റ് ടൈമിൽ വന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഏജ് അനുസരിച്ച് വന്ന ഓരോരുത്തരും കൊണ്ടുവന്ന മാറ്റങ്ങളും അവരുടെ ഐഡിയൽസിൻ്റെ ഒരു കൂട്ടമായിട്ട് ഒരു സെറ്റ് ക്രിറ്റിക്സ് ഇതിനെ വിമർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പോയിൻസുകൾ നിങ്ങൾ കാര്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. റൊമാൻറ്റിസിസം എന്നുള്ള ഒരു ടേം, റൊമാൻറ്റിസത്തിന് കൂടുതൽ ഡെഫിനിഷൻ നൽകിയത് ഫ്രാങ്ക് ലോറൻസ് ലൂക്കാസ് അദ്ദേഹത്തിൻ്റെ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റൊമാൻറ്റിക് ഐഡിയൽ എന്നുള്ള ബുക്കിലാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ശ്ലീഗലിനാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് വേർഡ് കോയിൻ ചെയ്തതിന്. പിന്നെ പ്രധാനപ്പെട്ട റൊമാൻറ്റിക് റൈറ്റേഴ്സ് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ കോൾറിഡ്ജ്, ബൈറണ്, ഷെല്ലി ഒക്കെയാണ്. അതിൻ്റെ ഏറ്റവും ഹാർബിഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത് ബൈറനും ജോൺ കീറ്റ്സും ആണ്. പിന്നെ അതാണ് ആ കാലഘട്ടത്തിനനുസരിച്ച് വന്ന കവികളുടെ അവരേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. പല ആളുകൾ വ്യത്യസ്ത സമയങ്ങളിലായിട്ടാണ് വന്നത്. അപ്പോൾ അവരുടെ ഐഡിയൽസും കൂട്ടിച്ചേർന്നിട്ടുള്ള സംഭവങ്ങളാണ് അവരുണ്ടാക്കുക. മനസ്സിലായോ? പിന്നെ റൊമാൻറ്റിസം എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നത്? നിയോ ക്ലാസിസത്തിനെതിരായിട്ടാണ് റൊമാൻറ്റിസം വന്നത്. നിയോ ക്ലാസിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദേ യൂസ്ഡ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ് ആൻഡ് ദേ സ്ട്രിക്റ്റ്ലി ഫോളോഡ് ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ് അല്ലേ, അതാണ് അവരുടെ പ്രത്യേകത. പക്ഷേ ഇവരൊരിക്കലും എന്തല്ല, എപ്പോഴും ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇമാജിനേഷനാണ് പ്രാധാന്യം കൊടുത്തത്. ദേ പ്ലേസ് ഇമാജിനേഷൻ എബോവ് റീസൺ അല്ലേ, ആൻഡ് റിജക്റ്റ് ലിറ്റററി റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ഫാക്ട് അല്ലേ. ഫാക്റ്റും ആണ് ലിറ്ററേച്ചർ എന്നുള്ളതിൻ്റെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, റൊമാൻറ്റിക്സ് അംഗീകരിക്കുന്നില്ല. അവരെപ്പോഴും ഇമാജിനേഷനാണ് ഹൈ ആയിട്ട് പ്രാധാന്യം കൊടുത്തത്. പിന്നെ ദ ന്യൂ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ദ റൊമാൻറ്റിസിസം റിലേറ്റീവ്ലി അൺസോഫിസ്റ്റിക്കേറ്റഡ് ബട്ട് ഇമോഷണൽ ലിറ്റററി എക്സ്പ്രഷൻസ് ഓഫ് ദി പാസ്റ്റ് വാസ് ടു ബി ഡൊമിനൻറ്റ് നോട്ട് ഇൻ ദ ലിറ്ററേച്ചർ ഓഫ് ദി ഇറ. അത്രയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിലടങ്ങുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ, ലവ് ഓഫ് നേച്ചർ, സ്പോണ്ടാനിറ്റി, ഇൻട്രസ്റ്റ് ഇൻ ദ റിമോട്ട് ഓർ ലവ് ഫോർ ദി പാസ്റ്റ്, സിംപ്ലിസിറ്റി ഇൻ എക്സ്പ്രഷൻ, റവല്യൂഷണറി സീൽ, ഇൻഡിവിജ്വലിസം, സൂപ്പർ നാച്ചുറലിസം. ഇത്രയും സബ്ജക്ട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഹിസ്റ്ററി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽ ഹിസ്റ്ററി, ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററി ഇതൊക്കെ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങി. ഇൻഡിവിജ്വൽ ഹിസ്റ്ററി എഴുതുന്നതിന് സബ്ജക്റ്റ് മാറ്റർ ആക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് വാട്ടർ സ്കോട്ട്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഫ്രാങ്കസ്റ്റൈൻ, മേരി ഷെല്ലിൻ്റെ. പിന്നെ ഇംഗ്ലീഷ് റൊമാൻറ്റിക്സ് ആരാണെന്ന് ചോദിച്ചാൽ വേർഡ്സ്വർത്ത്, ഷെല്ലി, കോൾറിഡ്ജ്, ബൈറൺ ഒക്കെയാണ്. ഓക്കെ, താങ്ക് യു.